വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചൗചൗവും ചെറുപയറിൻ്റെ പരിപ്പും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ചൗചൗ എന്ന് പറയുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മളൊന്നും അധികം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. അത് തോരൻ ഉണ്ടാക്കാം, കൂട്ടുകറി പല ടൈപ്പിലും അത് ഉണ്ടാക്കാം. മെഴുക്കുരുട്ടി ഉണ്ടാക്കാം, അങ്ങനെ കുറേ ടൈപ്പൊക്കെ ഉണ്ടാക്കാം. അതിൽ പിന്നെ വാട്ടർ കണ്ടൻറ്റ് ധാരാളമുണ്ട്, ഫൈബർ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ചെറുപയർ പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഞാനിത് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തിയാണ്, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തിക്കായിട്ടുണ്ട്. ഇത് തിക്കായിട്ടിരുന്നാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഒരു കുറച്ച് വെള്ളം പോലെ ഇരുന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരുന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ 2 ഉണക്കമുളക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. തീരെ കൊച്ചുകുട്ടികൾ കൊടുക്കുകയാണ് ഒട്ടും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുളക് വെച്ചാൽ മതി. ചില പിന്നെ വറ്റൽമുളകേ നല്ല എരിവ് കാണും, ചിലത് എരിവ് കാണത്തില്ല. അപ്പോൾ അത് അറിയത്തില്ലല്ലോ നമുക്ക്, അത് കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ചൗചൗ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചൗചൗ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിൽ ഒരു 1/4 കപ്പ് പയറുപരിപ്പ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നു. ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചൗചൗ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇല്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ, നമുക്ക് വീണ്ടും ചേർക്കാനുള്ളതാണ്. എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതെന്തെന്ന് വെച്ചാൽ ഈ പരിപ്പ് ഒന്ന് തീരെ കുഴഞ്ഞ് മാവ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വെടിച്ച്, അതായത് വെന്ത് വെടിച്ച് കിട്ടുമല്ലോ, അതുപോലെ കിട്ടിയാൽ മതി. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ചെറുപയർ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. 2 or 3 വിസിൽ വെച്ചാൽ മതി. നിങ്ങളുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും, ചിലത് പെട്ടെന്ന് വേവും, 2 വിസിലിൽ തന്നെ വേവും. 2-3 വിസിൽ വെച്ച് ഇത് വേവിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ചൗചൗ കട്ട് ചെയ്തപ്പോൾ ഇതിന് 1 കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു അളവ് കാണിക്കുകയാണ്. അതുപോലെ ഒരു സവാള ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണ്. ഒരു പകുതി തക്കാളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കാം. ഓക്കെ, ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതിൽ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. പിന്നെ വന്നിട്ട് ഇതിൽ ഒരു ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ചോദിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് ചേർത്താൽ മതി കട്ട് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസ് ഒരു സവാള ചേർത്തു, അത്രയേ ഉള്ളൂ. ഇതൊന്ന് വഴണ്ട് കിട്ടണം. പിന്നെ നമ്മൾ ശകല കായപ്പൊടിയും കൂടെ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. 1/4 ടീസ്പൂൺ കൂടി വേണ്ട, ഇനി കുറച്ച് മതി. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഇത് ചുമന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി എടുത്തോളൂ, അതായത് ഒരു വലിയ തക്കാളിയുടെ പകുതി. തക്കാളി നല്ല രീതിയിൽ വഴറ്റണമെന്നൊന്നുമില്ല, ഒരു പകുതി വെന്തോടെ നമുക്ക് ചൗചൗ ചേർക്കാം. അത് കിടന്ന് ഇനി വെന്തോളും, അതുകൊണ്ടാണ്.
ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമല്ലോ, ആ പൊടിയാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. അത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചൗച്ചോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീളത്തിന് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ പരിപ്പിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് വഴട്ടാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോ. നമ്മൾ ഈ ചൗച്ചോ ഇങ്ങനെ ഇട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റുമ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഈ ചൗച്ചോ വാങ്ങിക്കുമ്പോൾ എപ്പോഴും പീസ് നോക്കി വാങ്ങിക്കണം കേട്ടോ. മിക്സ് ചെയ്ത് വാങ്ങിക്കരുത്. മിക്സ് ചെയ്ത് വാങ്ങിച്ചെങ്കിൽ വേകാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഇതൊന്ന് വഴറ്റി വിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാനിത് 3-4 മിനിറ്റ് കൊണ്ട് വഴറ്റുകയാണ്. ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ നമ്മളുടെ പൊടിയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നേ. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അതിൽ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു പകുതി വെന്തോടെ നമുക്ക് പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് വെന്തിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കണ്ടോ, തീരെ കുഴഞ്ഞിട്ടുമല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചൗച്ചോൻ്റെ കൂടെ ചേർത്ത് കുറച്ചുകൂടെ സമയം ഇട്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ രണ്ടും കൂടെ ചേർന്ന് മിക്സായി കിട്ടിക്കോളും. ഓക്കെ. അതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. അതിന് 1 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ വന്നിട്ട് 2 ഉണക്കമുളക്. നിങ്ങൾക്ക് എരിവ് തീരെ കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്താലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജീരകം. ഇതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ മഷി പോലെ അരയ്ക്കേണ്ട. കുറച്ച് തരിതരിപ്പായിട്ട് നമ്മൾ പരിപ്പ് കറിക്കൊക്കെ അരയ്ക്കില്ലേ, അതുപോലെ കുറച്ച് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. തീരെ തോരന് പോലെ അരച്ച് കളയരുത്. പിന്നെ വന്നിട്ട് നല്ല പോളിഷായിട്ട് അരയേണ്ട, അത്രയേ ഉള്ളൂ. കുറച്ച് തരിതരയായിട്ട് ഇത് അരച്ചെടുക്കാം, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്ന തേങ്ങ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. കണ്ടോ, ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തീരെ പിന്നെ മഷി പോലെ അരച്ചിട്ടില്ല, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചൗച്ചോ ഒന്ന് തുറന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് ചേർക്കാം കേട്ടോ. പകുതി വെന്തിട്ടുണ്ട്. നമുക്കിനി പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കണം. നമ്മുടെ ചൗച്ചോ കുറച്ചുകൂടെ വേകാനുണ്ട്. വേകട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഈ നോൺ സ്റ്റിക്ക് അല്ലാതെ വേറെ വല്ല പാനിൽ ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണ്ട് വെച്ചാൽ പരിപ്പ് ചേർത്തുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചൗച്ചോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർക്കുന്നേ. ഇനിയിപ്പോൾ ഈ വെള്ളം, അതായത് ഇത്രയും ലൂസ് നിങ്ങൾക്ക് ഈ കറിക്ക് മതി എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർക്കാം.
ശകലം വെള്ളം എന്ന് വെച്ചാൽ ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഇച്ചിരി കൂടി നല്ലത് കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് ശകലം ആ തേങ്ങയുടെ കൂടെ വെള്ളം ചേർത്തു. പക്ഷെ നമുക്ക് ചപ്പാത്തിക്ക് ചോറിനൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇനിയിപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് കൂടെ ഇത് തിളപ്പിക്കും. അപ്പോഴേ ശകലം ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ശകലം എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് പോലും വേണ്ട കേട്ടോ. തീരെ വെള്ളം പോലെ ആയാലും ഈ കറി കൊള്ളത്തില്ല. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തു. അപ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പ് പോരാ. എരിവൊക്കെ ഉണ്ട് കേട്ടോ. 2 മുളക് വെച്ചപ്പോൾ നല്ല എരിവുണ്ട്. 2 മുളകും വെച്ച് നമ്മൾ സാമ്പാർ പൊടി ഇട്ടു. അപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. ഉപ്പ് നോക്കി ചേർത്തോണം. ഉപ്പ് കൂടി പോരുതെന്ന് വെച്ചാൽ നമ്മളിതിൽ പുളിയൊന്നും ചേർക്കാത്ത കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് വരെ, തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കണ്ട, ഒരു 3 മിനിറ്റ് വരെ തിളപ്പിക്കാം. ഇപ്പോൾ ഉപ്പ് കറക്റ്റായി കേട്ടോ. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളിത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ കണ്ടോ, ഇതിൽ വെള്ളം ഞാൻ ഇത്രയും ചേർത്തിട്ട് തിക്കായിട്ടുണ്ട്. ഇനിയും ഈ പരിപ്പ് ചേർത്തുകൊണ്ട് ഇനി കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർക്കാം. എനിക്കിപ്പോൾ ഇത്രയും മതി. അതുകൊണ്ടാണ് ഇപ്പോൾ റൈസിനും നമുക്ക് എടുക്കാം, ചോറിനും. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് കൊത്തമല്ലി ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൗചൗ കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ, നമ്മുടെ ചൗചൗ കൊണ്ടുള്ള ആ റെസിപ്പി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ പരിപ്പൊക്കെ ചേർത്ത് ഇതുപോലെ വെക്കുമ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്യാൻ തോന്നും. ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം അല്ലേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.